ഹലോ, മഴക്കാലത്ത് നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ 7 സീറ്ററും അതുപോലെ തന്നെ 5 സീറ്റർ നീറ്റ് ആൻഡ് ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഇടുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് നിങ്ങൾക്കുള്ള വീഡിയോ. ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് പെരുമ്പ് നമ്മുടെ മന്നത്താവ് റോഡിലുള്ള ദീപം യൂസർ കാർ ഷോറൂം. ഒരുപാടധികം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരുപാടധികം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് വാഹന വിശേഷങ്ങളായാലോ. ബയോ നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയായിരുന്നു ആദ്യം ഒന്ന് പറയും? നല്ല റെസ്പോൺസ്. നമ്മൾ യൂട്യൂബിൽ ഫുൾ വീഡിയോ രാമദാസ് സാറിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം വീഡിയോസിൽ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ പാലക്കാട് ജില്ലയിൽ നല്ല പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വന്ന് വാഹനങ്ങൾ എടുത്തു. അതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, ചെറിയ ബഡ്ജറ്റിലാണ് വാഹനങ്ങൾ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പെരുമ്പ് രാമദാസ് സാറിന് അറിയപ്പെടുന്നത്. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ആദ്യത്തെ വാഹനം ഏതാണ്? ഇതിനിപ്പം നമ്മുടെ ഫോർഡിന്റെ എക്കോസ്പോർട്ട് ആണ്. എല്ലാം പുതിയ മോഡലല്ലേ വന്നിട്ടുള്ളൂ? അതെ, പുതിയ അപ്ഡേറ്റ് ആണ്. എല്ലാം പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആദ്യം ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. എത്ര മോഡൽ? 2013 ലാസ്റ്റ് ആണ്. 2013 ലാസ്റ്റ് വരുന്ന വാഹനം. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നിങ്ങൾക്കറിയാം പാലക്കാട് നല്ല മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ടാണ് ടയേഴ്സ് ഒന്നും വിചാരിക്കരുത്. നല്ല ടയേഴ്സാണ്, നല്ല മഴയുണ്ട്. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. ചളിയെന്ന് പറഞ്ഞിട്ട് ഒന്നും വിചാരിക്കരുത്. ഇന്ത്യയിലെല്ലാം പക്കാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഒന്നര. ഇത് 1.5 അടുത്ത് ഓടിയിട്ട് നീറ്റ് ആൻഡ് ക്വാളിറ്റി കേട്ടോ. ഫോർമാറ്റൊക്കെ ചെയ്തിട്ട് വണ്ടി എക്കോസ്പോർട്ട് ഡീസൽ വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ല മൈലേജുള്ള വാഹനമാണ്, ക്വാളിറ്റി ഉള്ള വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ ഒറിജിനൽ ഗ്ലാസ് ആണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 2013 അല്ലേ? 2013 ലാസ്റ്റ് ആണ്. ഇൻഷുറൻസ് എല്ലാം പക്കാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. വണ്ടി കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 2,65 കൊടുക്കാം. 2,65,000. കാരണം ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിഞ്ഞതാണ്. നമുക്ക് ബാക്കിൽ നമ്പർ കാണിച്ചു തരാം കേട്ടോ. KL 33 രജിസ്ട്രേഷനിൽ വരുന്നതാണ്. അത്യാവശ്യം നല്ല കമ്പനി തന്നെ, ഒന്നും മാറ്റിയിട്ടില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ടയേഴ്സും ഒരു 90% ടയേഴ്സ് ഉണ്ട്. 90% ടയേഴ്സ് ഉണ്ട്. അതിൽ എയർ ബാഗ് വരുന്നുണ്ടോ? ഇല്ല, സെക്കൻഡ് വേരിയന്റ്. എയർ ബാഗ് വരുന്നില്ല. പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 2,65 കൊടുക്കും. വെറും 2,65,000 രൂപയാണ്. നമുക്ക് ലോൺ കയറുമോ? ലോൺ കയറും. 2,4 വരെ ലോൺ കയറും. 2,4 വരെ ലോൺ ആവും. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. 2,60,000 ചെറിയ ബഡ്ജറ്റിൽ 2013 സെക്കൻഡ് ഓണർഷിപ്പിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,15,20,000 വരെ ലോൺ വരും അല്ലേ? ആസ്കിംഗ് പ്രൈസ് 2,60,000. ജസ്റ്റ് ഒരു 30,000-40,000 രൂപ ഡൗൺ പേയ്മെന്റ്. നല്ലൊരു എക്കോസ്പോർട്ട് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. വേഗണറാണ്. വേഗണർ എത്രയും മോഡൽ? 2011 മോഡൽ. നമ്മൾ കൊണ്ടുവന്നുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. 2011 ടെസ്റ്റ് കഴിഞ്ഞാണത്? ഇല്ല, ഇനി 20 ദിവസമുള്ളൂ ടെസ്റ്റിന്. ഈ വരുന്നത് ടെസ്റ്റ് കാണിച്ചു കൊടുക്കും. ടെസ്റ്റ് കാണിച്ചു കൊടുക്കും. 20 ദിവസം വരുന്നുള്ളൂ ടെസ്റ്റ് വരാൻ. LPG ഉള്ള വാഹനമാണോ? അതെ. LPG ഉള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 2011 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് മഴയാണ്, നിങ്ങൾ പറഞ്ഞു. നല്ല മഴയായതുകൊണ്ടാണ് മാത്രമാണ് ഇങ്ങനെ ചളിയായി നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി, 4676 നല്ല നമ്പറാണ്. LPGയിൽ വരുന്ന വാഹനമാണ്. ടയേഴ്സ് ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ നിങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. LXI അല്ലേ? LXI ആണ്. 2011. നമുക്ക് ടെസ്റ്റ് കാണിച്ച് എന്ത് വിലയ്ക്ക് കൊടുക്കാം? 1,60 കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിൽ വാഗണർ 2011 നമ്മൾക്ക് 1,60,60,000 രൂപ ടെസ്റ്റ് കാണിച്ചിട്ട്. ടെസ്റ്റ് കാണിക്കേണ്ട അവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1,4 കൊടുക്കാം. 1,4. ടെസ്റ്റ് കാണിച്ച് തരികയാണെങ്കിൽ 1,60. ടെസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ 1,4 നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അടുത്തൊരു ഇന്നോവയാണ്. 7 സീറ്റർ വാഹനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ടൊയോട്ടയുടെ ഒറിജിനൽ കേരളയാണത്. ഇത് ഒറിജിനൽ കേരള. മോഡൽ എത്രയാണ്? 2009 ഡിസംബർ. 2009 ഡിസംബർ വരുന്ന വാഹനമാണ്. ടയേഴ്സ് ഒരു 90% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യയിലേക്ക് കാണിച്ചു കേട്ടോ. ഇന്ത്യയിലെല്ലാം മേജറായിട്ട് ആക്സിഡന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. ആക്സിഡന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും കാണാനില്ല. വണ്ടി കാണുമ്പോൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നോക്കിക്കോളൂ. 2009 2029 വരെ വരുന്ന വാഹനമാണ്. അതും ഒറിജിനൽ കേരള ഇന്നോവയാണ്. ടയേഴ്സും ഒരു 90% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം ചെറിയ വർക്കുകൾ ഉണ്ടല്ലേ വണ്ടിക്ക്? പെയിന്റിംഗ് ടച്ച് പോളിഷ് ചെയ്യാനുണ്ട്. കൊണ്ടുവന്ന ചെയ്തിട്ടില്ല. ചെയ്യാൻ തന്നെ നമ്മൾ പെയിന്റിങ് നമ്മൾ എങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3,60,000 രൂപ കൊടുക്കും. ഒരു 3,60,000 രൂപയ്ക്ക് 7 സീറ്റർ വാഹനം ഇന്നോവ ഓൺഷിപ്പ് എത്ര വരും? 3. തേർഡ് ഓൺഷിപ്പിൽ
ഈ ഒരു ഇതിൽ കൊടുക്കുകയാണെങ്കിൽ 3,60,000 വർക്കെല്ലാം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഒരു മേജർ ആയിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് ബോഡി മാത്രം ബോഡി പെയിന്റിങ്ങിന്റെ വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് റേറ്റിന് കൊടുക്കും? 3,90 കൊടുക്കും. 3,90. ഇതിന് ആസ്കിംഗ് പ്രൈസ് 3,60,000. നിങ്ങൾ ഇതെല്ലാം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ 3,90,000 രൂപയ്ക്ക് നിങ്ങൾ സ്വന്തം അല്ലേ. അടുത്തൊരു i20 ആണ്, ഗ്രാൻഡ് i20 അല്ലേ, സോറി ഗ്രാൻഡ് i10 ആണ്. എത്ര മോഡൽ? ഇത് 2017 ഡിസംബർ ആണ്. 2017 ഡിസംബർ ആണ്. ഫാൻസി നമ്പറാണ്, ഗുരുവായൂർ രജിസ്ട്രേഷൻ വരുന്നതാണ്, ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ടയർ മുതൽ ഒന്നും നോക്കണ്ട. സിംഗിൾ ഓണർ അല്ലേ? ഓണർഷിപ്പ് 4 ആയില്ലേ? ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓക്കെ, 4 ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനമാണ്, എയർ ബാഗ് എല്ലാം വരുന്നതാണ്. ആസ്കിന് 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കസ്റ്റമർ വൃത്തി വെച്ച് വാഹനമാണ് നോക്കിക്കോളൂ. ഇന്ത്യയിലെല്ലാം പക്കാണ്. i10 സ്പോർട്സ് വേരിയൻ്റ് ആണ് വരുന്നത്. വെറും 87,000. ഓട്ടോമാറ്റിക് ഗ്രാൻഡ് i10 സ്പോർട്സ്, ഗുരുവായൂർ രജിസ്ട്രേഷൻ, ഫാൻസി നമ്പറും കൂടിയാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. ഫുൾ ടയർ ഉണ്ട്, ഒന്നും നോക്കണ്ട. പെട്രോൾ അടിച്ച് ഓടുക. ബാക്കി എല്ലാ മേജറായിട്ടുള്ള എല്ലാ സർവീസും ഇല്ലേ, മേജറായിട്ടുള്ള എല്ലാ സർവീസും ഓക്കെ അല്ലേ? അതെ അതെ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മേജറായിട്ടുള്ള എല്ലാ സർവീസും ചെയ്തിട്ട് 2017 ഓണർഷിപ്പ് 4 ആണെങ്കിൽ പോലും വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഒരു 3 ലക്ഷം. 2017 വെറും 87,000 കിലോമീറ്റർ ഓടി i10 സ്പോർട്സ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കലി വെറും 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. ലോൺ എത്ര വരും? ഫുള്ള് കയറും. ഫുള്ള് കയറും. ജസ്റ്റ് ഒരു 30-40 ഡൗൺ പേയ്മെൻറ്റ് വരും അല്ലേ? ഒന്നും വേണ്ട, ഫുൾ ലോൺ. 0 ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്കൊരു i10 സ്പോർട്സ് സ്വന്തമാക്കാം കേട്ടോ. അടുത്തൊരു ഡാക്സൺ റെഡിഗോ ആണ്. റെഡിഗോ എത്ര മോഡൽ? 2016 മോഡൽ, സിംഗിൾ ഓണറാണ്, സെക്കൻഡ് ഓണർ. 2016 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 80 ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ്, ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ തന്നെ. ഇത്തിരി വാട്ടർ വാഷ് ചെയ്ത് ഓയിൽ സർവീസ് എല്ലാം പക്കല്ലേ? സർവീസ് എല്ലാം പക്കാണ്. ജസ്റ്റ് വാട്ടർ വാഷ് മാത്രം ചെയ്യാണ്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 1,15 കൊടുക്കാം. 1,15,000. 2017 2016 ഡാക്സൺ റെഡിഗോ. അത്യാവശ്യം നല്ല മൈലേജുള്ള വാഹനം, ഓടിക്കാൻ നല്ല സുഖമാണ്. CC എത്ര? 800 ആണ്. ഇത് 800 CC ആണ്. 2017 അല്ലേ? 16 വണ്ടിയാണെങ്കിൽ നിങ്ങൾ ലോണും കയറുമല്ലോ. ഫുള്ള് കയറും. 1,4 പറയാനുള്ളൂ. വെറും 1,20,000. 1,15,000 1,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡാക്സൺ റെഡിഗോ കൊണ്ടു കേട്ടോ. ഏതായിരുന്നു വണ്ടി? ഫിയറ്റിന്റെ അവഞ്ചർ അല്ലേ? ഡീസൽ വാഹനം. ഡീസൽ വാഹനം അവഞ്ചർ ആണ്. മൈലേജുള്ള വാങ്ങലും അല്ലേ? പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ടയർ ഇത്തിരി ആവറേജ് ഉള്ളൂ. ബാക്ക് അത്യാവശ്യം ഒരു 70% ടയേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെല്ലാം പക്കാണ്. ഡീസൽ വാഹനമാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,15. 1,15,000 അടുത്ത് ഓടിയിട്ടുണ്ട്. അല്ല, 1,10,000. 1,10,000 അടുത്ത് ഓടിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജുള്ള വാഹനമാണ്. കാണാനും നല്ല ലുക്ക് ഉണ്ട് അല്ലേ? നല്ല ഫുൾ ലോഡ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ടയേഴ്സ് എല്ലാം അലവിൽ ഫുൾ ലോഡ് വണ്ടിയാണ്. ഫ്രണ്ട് ടയർ മാത്രം ഒരു കുറവുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഒരു റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. വെറും 1,10,000 കിലോമീറ്റർ ഓടിയായിരിക്കുന്ന ഫിയേറ്റിൻ്റെ അവഞ്ചർ അല്ലേ? അതെ. അവഞ്ചറാണ്. മോഡൽ പറഞ്ഞത് 2015. എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് നല്ലൊരു ഫിയാറ്റിൻ്റെ അവഞ്ചർ സ്വന്തമാക്കാം. ഫുൾ ഓപ്ഷൻ വാഹനം അല്ലേ? 2 എയർ ബാഗ് വരുന്ന വാഹനമല്ലേ? അതെ. 2 എയർ ബാഗ്, അലവിൽ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ്. അടുത്ത് ടാറ്റയുടെ ഏതാ? ഇത് ടാറ്റയുടെ സെസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് തേടുന്നവർക്ക് ഫുൾ ഓപ്ഷൻ വാഹനം. ടാറ്റയുടെ ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൻ്റെ കിലോമീറ്റർ 87,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല മൈലേജുള്ള വാഹനമാണ്. സീറ്റെല്ലാം അപ്പോൾസ് ചെയ്തിട്ട് ഫോർമാറ്റ് എല്ലാം ചെയ്ത് 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വാഹനം. റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. കമ്പനിയിൽ നിന്ന് അതേ ഇതാണ്. ഒന്നും നോക്കണ്ട, ടയേഴ്സും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഡീസൽ അടിച്ച് ഓടാം. 2015 ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ടാറ്റയുടെ സെസ്റ്റ്. അത്യാവശ്യം നല്ല മൈലേജ് ഓട്ടോമാറ്റിക് തേടുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് 2,60,000 കൊടുക്കാം. 2,60,000 നല്ലൊരു ടാറ്റയുടെ സെസ്റ്റ് ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം. 7 സീറ്റർ ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ്. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. മോഡൽ എത്രയാണ്? ഇത് 2016 ഡിസംബർ. 2016 ഡിസംബർ. എൻജോയ് സോറി, ചെവർലെറ്റിന് എൻജോയ് ആണ്. ഡീസൽ വാഹനമാണ്. നല്ല മൈലേജുള്ള വാഹനമാണ്. 7 സീറ്റർ വാഹനമാണ്. ഒരുപാട് ആളുകൾ ചെറിയ ബഡ്ജറ്റിൽ ചോദിച്ചവർക്ക് പറ്റിയൊരു വാഹനമാണ്. 7 സീറ്റർ വാഹനമാണ്. സെൻട്രൽ AC എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ടയേഴ്സിന് വരുന്നുണ്ട്. മേജറായിട്ട് ആക്സിഡൻ്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ. എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. മേജറായിട്ട് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. 7 സീറ്റർ തേടുന്നവർക്ക്, ചെറിയ ബഡ്ജറ്റിൽ തേടുന്നവർക്ക് പറ്റിയൊരു അവസരമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്?
ഇത് നമുക്ക് 1,80,000 രൂപ കൊടുക്കും. വെറും 1,80,000 ഒരു ആൾട്ടോ വാങ്ങണ കാശിന് 7 സീറ്റർ വാഹനം ചെവർലൈറ്റിന്റെ എൻജോയ് 2015 ഓൺഷിപ്പ് എത്രയാ? 16 ഡിസംബർ 2016 ഡിസംബറാണ്. ഇതിന്റെ ഓണർഷിപ്പ് 3. ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ 1,90,000. 1,80,000. 1,80,000 രൂപയ്ക്ക് ലോൺ കയറും ഇതിൽ. അടുത്ത് 15 എൻജോയ്ക്ക് ലോൺ കിട്ടാൻ ഡൗട്ടാണ്. നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെവർലൈറ്റിന്റെ എൻജോയ് 7 സീറ്റർ വാങ്ങാൻ സ്വന്തം കേട്ടോ. അടുത്തോട്ട് ആക്സൺ റെഡി പോകണം. മോഡൽ എത്ര? 2018 2017 രജിസ്ട്രേഷനാണ്. ഇതെപ്പോഴും പറയാം, വണ്ടിക്ക് ഒരു ഇതുമില്ല. മഴ കാരണമാണ് അഴുക്ക്, അല്ലാതെ വേറെ ടയേഴ്സ് അടക്കം 90% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ത്യയിലെല്ലാം പക്കാണ്. ഇതിൻ്റെ കിലോമീറ്റർ ഓടിക്കുന്നത് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് വണ്ടി. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയേഴ്സും 4 ടയർ പുതിയതാണ്. നല്ല ഓട്ടിക്ക് നല്ല സുഖമാണ്. പവർ സ്റ്റേഷനൊക്കെ അത് CC എത്ര? 1000 800 CC വരുന്നതാണ്. 2018 മുതൽ 17 രജിസ്ട്രേഷൻ വരുന്ന. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? സെക്കൻഡ് ഓണർ നമുക്ക് ഇത് 1,40,000 രൂപ കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് നല്ലൊരു ടാക്സും റെഡിക്കോ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. അടുത്തൊരു i20 ആണ്. എത്രയും മോഡൽ ഏട്ടാ? 2011 മോഡൽ സ്പോർട്സ് വേരിയന്റ്. 2011 സ്പോർട്സ് വേരിയന്റ് ആണ്. അതേമാതിരി ഫാൻസി നമ്പറാണ്. ഗുരുവായൂർ രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതേമാതിരി കസ്റ്റമർ അലൈവിലൊക്കെ ചെയ്ത് വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കാണിച്ചു തരാം. പക്കാണ്. വാട്ടർ സർവീസ് മാത്രം ചെയ്യാം. മേജറായിട്ട് ബാക്കി ഒരു സർവീസിൽ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് i20 സ്പോർട്സ് വേരിയൻ്റ് ആണ്. 2011 ടയേഴ്സൊക്കെ നോക്കുള്ളൂ. 90% ടയേഴ്സ് ഉണ്ട്. ബോഡി ഭാഗങ്ങളൊന്നുമില്ല. ടെസ്റ്റ് എല്ലാം കാണിച്ച് പുതിയ പേപ്പറോടെ നിങ്ങൾക്ക് വാഹനം കൊണ്ടുപോകാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? നമ്മളിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞാണ്. 1 മാസമായിട്ടുള്ളൂ ടെസ്റ്റ് എടുത്തിട്ട്. 1 മാസം ടെസ്റ്റ് ആയിട്ടില്ല. ഞാൻ 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കണം. 5 കൊല്ലത്തേക്ക് പേപ്പറാണ്. 2011 ടെസ്റ്റ് പുതിയ ടെസ്റ്റാണ്. ഫാൻസി നമ്പറും കൂടിയാണ്. ഡീസൽ വാഹനമാണ്. അത്യാവശ്യം 10-22 കിലോമീറ്റർ മൈലേജ് ഇടുന്ന വാഹനമാണ്. പ്രൈസ് എത്രയാണ്? നമുക്ക് 1,75 കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് നിങ്ങൾ സുഖമായി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു i20 സ്പോർട്സ് വേരിയന്റ് ആണ്. വീണ്ടും ഒരു ഫിനാൻസും കയറും. ഫിനാൻസ് കയറും. 2014 ഫിനാൻസ് എത്ര കയറും? 1.5 വെറും 27 ഡൗൺ പേയ്മെന്റ് എടുക്കാം. വെറും 27 രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു i20 സ്വന്തമാക്കാം. വീണ്ടും ഒരു ആൾട്ടോ LXI ആണത്. ആൾട്ടോ LXI 2009-10 രജിസ്ട്രേഷൻ. ആൾട്ടോ LXI ആണ്. ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ 2009 ആണ്. ചെറിയ ബഡ്ജറ്റിൽ ഓൾട്ടോ തേടുന്നവർക്ക് പറ്റിയ വാഹനമാണ്. ഇന്ത്യയിലും കുഴപ്പമില്ല. അത്യാവശ്യം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. ചെറിയ സർവീസൊക്കെ ചെയ്യേണ്ടി വരും. വാട്ടർ സർവീസ് മേജറായിട്ടുള്ള വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ടയർ ഇച്ചിരി ആവറേജേ ഉള്ളൂ. 2009 റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയർ ഫ്രണ്ട് ആവറേജേ ഉള്ളത് പറയാം. ഫ്രണ്ട് ആവറേജ്. നിങ്ങൾക്കൊക്കെ മഴയത്ത് ഒരു സ്കൂട്ടി വാങ്ങുന്ന പൈസയ്ക്ക് ഒരു വാഹനം നല്ലൊരു LXI സ്വന്തമാക്കുകയാണെങ്കിൽ പറ്റിയ വാഹനമാണ്. ജസ്റ്റ് വാട്ടർ വാഷ് ചെയ്ത് ജസ്റ്റ് പോളിഷ് ചെയ്ത് ഭംഗി വയ്ക്കില്ലേ? അത്ര വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് ഈ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ 85,000 രൂപ കൊടുക്കാം. ഒരു 85. 2009 ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കണേ വെറും 85,000 രൂപയ്ക്ക്. 30 പേപ്പർ ഉണ്ട്. 2030 പേപ്പർ ഉണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യം. ജസ്റ്റ് മേജറായിട്ടുള്ള വാട്ടർ സർവീസും 2 ടയറും മാറ്റേണ്ട ആവശ്യമുള്ളൂ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. മേജറായിട്ട് ഞാൻ പോട്ടി നോക്കിയാണ്. മേജറായിട്ട് ഒരു പ്രശ്നമില്ല. AC എല്ലാം പക്ക ചിൽഡ് AC ആണ്. വേറെ പ്രശ്നമൊന്നുമില്ല. വെറും 85,000 രൂപയ്ക്ക് നല്ലൊരു ഓൾട്ടോ LXI സ്വന്തമാക്കാം കേട്ടോ. അടുത്തൊരു വാഗണർ ഉണ്ട്. വാഗണർ എത്രയും മോഡൽ? ഇത് 2008-9 രജിസ്ട്രേഷൻ ഉണ്ടോ? 2008-9 രജിസ്ട്രേഷൻ. ഓൺഷിപ്പ് എത്ര? സിംഗിൾ ഓൺഷിപ്പിൽ 2008-9 രജിസ്ട്രേഷൻ പറ്റുന്ന ഒരു വാഗണർ ഉണ്ട്. സിംഗിൾ ഓൺഷിപ്പ് തേടുന്നവർക്ക് പറ്റിയ വാഹനമാണ്. ടയർ മുതൽ നോക്കണ്ട കേട്ടോ. കട്ടയ്ക്ക് പുത്തൻ ടയറാണ്. 4 പുത്തൻ ടയറാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വാഹനവും കൂടിയാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ചെറിയ കിലോമീറ്ററൊക്കെ തന്നെ ഓടിയിട്ട് സിംഗിൾ ഓണർ ആയതുകൊണ്ട് നീറ്റ് ഫോർമാറ്റ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സർവീസ് എല്ലാം ചെയ്തിട്ട് വൃത്തിയായിട്ടുള്ള വാഹനമാണ്. നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ LXI വാഗണർ തേടുന്നവർക്ക് പറ്റിയ വാഹനമാണ്. ഓക്കെ, 54 രജിസ്ട്രേഷൻ വരുന്ന അത്യാവശ്യം നല്ല വാഹനമാണ്. നോക്കിക്കോളൂ. അതും സിംഗിൾ ഓൺഷിപ്പിൽ കിട്ടാൻ റയറാണ്. അതും 2008-9 ആണ്. 2029 വരെ പേപ്പറുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മേജറായിട്ട് ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എൻജിൻ ഭാഗമെല്ലാം ഗുഡാണ്. ഇനി നിങ്ങൾ പെട്രോൾ അടിച്ച് ഓടാന്നുള്ള മേജറായിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ചെറിയ ടച്ചപ്പുകളുണ്ട്, അത്രേ ഉള്ളൂ. മെക്കാനിക്കലിലെ പെർഫെക്റ്റ്. നമുക്ക് 95,000 രൂപ കൊടുക്കാം. വെറും 95,000 രൂപയ്ക്ക് 2029 വരെ പേപ്പറുണ്ട്. നിങ്ങൾ ടച്ചപ്പ് പറയുന്നത് ഇതല്ലേ? അതെ. ഇത് ജസ്റ്റ് ഇതൊന്നും കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. വെറും 95,000 രൂപയ്ക്ക് നല്ലൊരു സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഗണർ നിങ്ങൾ സ്വന്തം കേട്ടോ. 2014 മോഡൽ സെക്കൻഡ് ഓണറാണ്. 70,000 കിലോമീറ്റർ. 2014 മോഡലാണ്. ടയറൊക്കെ നല്ല ടയറാണ്. സെക്കൻഡ് ഓണറാണ്. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പ്രൈസ് നമുക്ക് 1,30 കൊടുക്കാം കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാടധികം വാഹനങ്ങൾ മഴക്കാലത്ത് ചെറിയ ബഡ്ജറ്റിൽ തേടുന്നവർക്ക് ഒരുപാടധികം വാഹനങ്ങൾ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരുപാടധികം വാഹനങ്ങൾ 7 സീറ്റർ ആയിട്ടും 5 സീറ്റർ ആയിട്ടും ഇന്നോവ തേടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് പറ്റിയൊരു അവസരമാണ് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരുപാടധികം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ട്. അതേപോലെ 70% ലോൺ കിട്ടുന്ന ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ട്. നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നൊരു മെസ്സേജ് ഉണ്ട്, ഏത് വാഹനം ഇഷ്ടപ്പെട്ടാലും വാഹനത്തെക്കുറിച്ച് അറിയാനേ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വാഹനത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വാഹനം ഓടിക്കുക. കാരണം പെരുവും അന്നത്തെ റോഡാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഓട്ടി നോക്കാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാടധികം വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾ നമ്മളെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ ചോദിച്ചു ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ, സി.